പ്രതിബദ്ധതയോടുള്ള അപാകതയോ അതോ സമീപനത്തിലെ അബദ്ധമോ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് കുമരകം വഴി തിരുവല്ലയിലേക്കാണ്. ഒട്ടുമിക്ക പേർക്കും ഈ വഴി സുപരിചിതമായിരിക്കും. ഇന്നത്തെ വ്ളോഗ് കൊണ്ടുള്ള എൻ്റെ മുഖ്യ അജണ്ട ഹോണറ്റ് 2.0 ഞാൻ കണ്ട പോരായ്മകളാണ്. അത് പറയുമ്പോൾ വണ്ടിയുടെ പ്രായം കൂടി പറയണം. അതെ, ഇത് ഇന്നത്തെ ദിവസം കൂടെ കഴിയുമ്പോൾ ഏകദേശം 10 മാസം പിന്നിടുന്നു. ഏകദേശം 20,000 കിലോമീറ്റർ ഞാൻ ഇവനെയും കൊണ്ട് പാഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിലാദ്യത്തെ ആയിരുന്നു ന്യൂട്രൽ സ്വിച്ച് ഓയിൽ ലീക്ക്. അവിചാരിതമായി ഞാൻ എൻ്റെ എൻജിനിൽ നിന്നും ഓയിൽ ലീക്കാവുന്നത് കണ്ടിരുന്നു. ബൈക്കിൻ്റെ എൻജിൻ ഡ്രെയിൻ നട്ടിൽ നിന്നുമാണ് ലീക്കാവുന്നതെന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പിന്നീട് ട്രിവാൻഡ്രം CBC ഹോണ്ടയിൽ ഞാൻ കാണിച്ചപ്പോൾ അത് ന്യൂട്രൽ സ്വിച്ചിൻ്റെ ഇഷ്യൂ ആണെന്ന് അവർ എന്നോട് പറഞ്ഞു. ഏകദേശം 50 രൂപയിൽ താഴെ മാത്രമേ എനിക്കതിന് ചിലവായുള്ളൂ. എന്നാലും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഇടയ്ക്ക് യൂട്യൂബിൽ ലഡാക്ക് സഞ്ചരിച്ച ഒരു വ്ളോഗറിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം യൂസ് ചെയ്തതും CB200X എന്ന വാഹനമായിരുന്നു. അതിലും ഇതേ സെയിം ഇഷ്യൂ തന്നെയാണ് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ ഇഷ്യൂ ആണ് ABS സെൻസർ ഇഷ്യൂ. ഇതേ CBC ഹോണ്ടയിൽ 24,000 കിലോമീറ്റർ സർവീസിനായി ഞാൻ വണ്ടി കൈമാറിയ ശേഷം എനിക്ക് ബൈക്ക് തിരികെ നൽകിയപ്പോൾ മുതൽ ABS വാർണിംഗ് ലൈറ്റ് കത്തിക്കിടക്കുകയാണ്. ഞാൻ ഷോറൂമിനെ സമീപിക്കുകയും അവർ വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാലും 1 വർഷം തികയും മുൻപ് തന്നെ 2 തവണ ഷോറൂം സന്ദർശിക്കേണ്ടി വന്നത് ഹോണ്ട എന്ന ബ്രാൻഡിൽ നിന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യം തന്നെയാണ്. എന്നിരുന്നാലും എൻജിൻ സൈഡിൽ നിന്നും യാതൊരു പരാതിയും എനിക്കില്ല. വാഹനത്തിൻ്റെ സ്മൂത്ത്നെസ് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു ഹോണ്ട ഫാൻ ബോയ് കൂടെയാണ് ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും അബദ്ധമെന്ന് എനിക്ക് പറഞ്ഞ് എൻ്റെ തീരുമാനത്തെ തള്ളി പറയാനാകില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.